കഥ സത്പൂര ഗ്രാമത്തിന്റെ കഥയാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ ഭംഗിയുള്ള നല്ല ഗ്രാമമാണ്. പക്ഷെ ആർക്കറിയാം എത്രയും പെട്ടെന്ന് ഈ ഗ്രാമത്തിൽ പ്രേതങ്ങളുടെ നൃത്തം ആരംഭിക്കാൻ പോകുന്നുവെന്ന്. പറയണമെങ്കിൽ ഒരു ദിവസം സത്പൂര ഗ്രാമത്തിലെ രാമു അടുത്ത ഗ്രാമത്തിൽ നിന്നും തന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്നും സത്പൂര ഗ്രാമത്തിലേക്ക് വരുന്ന പാത കാട് നിറഞ്ഞതായിരുന്നു. അന്ന് രാത്രി രാമു മദ്യപിച്ചിരുന്നു. അദ്ദേഹം ആ കാട്ടിനകത്ത് കയറിയതും തന്നെ അപ്പോൾ അദ്ദേഹം കണ്ടു, ആ കാട്ടിന് നടുക്ക് ഒരു വ്യത്യാസമായ വളരെ കാലം പഴമയുള്ള പഴയ ഒരു ട്രെയിൻ നിൽക്കുകയായിരുന്നു. ചേടാ, ഈ വഴി എന്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണല്ലോ. പക്ഷേ ഈ ട്രെയിൻ എവിടെ നിന്നാണ് വന്നത്? മദ്യപിച്ചിരുന്നത് കൊണ്ട് രാമുവിന് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം ആ ട്രെയിനിനടുത്തേക്ക് ചെന്നു. ചേടാ, ഇത് അതേ ട്രെയിനാണല്ലോ. വലിയ ആൾക്കാർ പേടിപ്പിക്കുന്ന അതേ ട്രെയിന്. അത് കള്ളം, അതെല്ലാം കള്ളം. ഞാൻ ഇപ്പോൾ തന്നെ അകത്തേക്ക് പോകുന്നു. ഇതിൽ പ്രേതമുണ്ടോ എന്ന് നോക്കുന്നു. ലഹരിയിൽ രാമു ആ ട്രെയിനിന്റെ കതക് തുറന്നു. അപ്പോഴാണ് അവിടെ ഒരു തണുത്ത കാറ്റ് വീശിയത്. ഒപ്പം ഒരു ഭയങ്കരമായ ശബ്ദവും കേട്ടു. നീ ഇവിടെ നിന്നും പോയേക്കേ. ആരാണത്? കളിക്കണ്ട, എനിക്ക് ചിരി വന്നിട്ടില്ല. നിനക്ക് മനസ്സിലാവില്ലേ? പോയേക്കേ. അപ്പോഴാണ് വെളുത്ത സാരി കെട്ടിയ ഒരു രൂപം സീറ്റിൽ നിന്നും പുറത്തേക്ക് വന്നത്. എന്റെ അമ്മേ, പ്രേതം പ്രേതം. ആ പ്രേതത്തിനെ കണ്ട് രാമു ആകെ പേടിച്ചു പോയി. പിന്നീട് അവിടെ നിന്നും ഒറ്റ ഓട്ടം എടുത്തു. മരത്തിൽ ചെന്ന് ഇടിച്ചു, ചെളിയിൽ ചെന്ന് വീണു. എന്നിട്ട് എങ്ങനെയോ ഗ്രാമത്തിനകത്ത് ചെന്നെത്തി. അടുത്ത ദിവസം ഈ കാര്യം എല്ലാരും അറിഞ്ഞു. അതായത് രാമു ആ പ്രേതത്തിന്റെ ട്രെയിനിനടുത്തേക്ക് ചെന്നെന്ന്. പിന്നെ പ്രേതത്തിന്റെ ശബ്ദം കേട്ടെന്നും പറഞ്ഞു. പിന്നെ ഗ്രാമം മുഴുവൻ ഈ പേടിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. മോനെ, ഞാൻ ഒരു കാര്യം നിർണയിച്ചു. നാളെ മുതൽ ഞാൻ കുടിക്കില്ല. ആർക്കറിയാം, രാമുവിനെ സംഭവിച്ചപ്പോൾ എനിക്കും സംഭവിച്ചാൽ? പിന്നെ ആ പ്രേത ട്രെയിനിന്റെ നിഴല് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ? അതെ, നീ പറയുന്നത് നേരാണ്. നാളെ മുതൽ ഞാനും കുടിക്കാറില്ല. എല്ലാം തലകീഴായി മാറിയോ? രാമുവിന് നടന്ന സംഭവത്തിന് ശേഷം ഗ്രാമത്തിന്റെ അവസ്ഥ തലകീഴായി മാറി. കുട്ടികളൊക്കെ വൈകുന്നേരം ആയതും തന്നെ വീട്ടിലേക്ക് എത്തും. ഇപ്പോൾ അവർ എല്ലാവർക്കും തന്നെ ആ പ്രേതത്തിന്റെ ട്രെയിൻ ഭയങ്കരമായൊരു കാര്യമായി മാറി. ഒരു ദിവസം തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നും രോഹിത് തന്റെ ബൈക്കിൽ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. അവൻ കാട് വഴി അതുവഴി വരികയായിരുന്നു. അവന്റെ ബൈക്ക് പെട്ടെന്ന് നിന്നുപോയി. അപ്പോൾ രാത്രി സമയം ഒന്നിരിക്കും. രാത്രി സമയത്ത് ഈ ബൈക്ക് ഇവിടെ നിന്ന് പോയി. ഈ സമയത്താണോ ഇത് നടക്കണം? അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിച്ചു. പക്ഷെ എഞ്ചിൻ റിപ്പയറായി. എന്നിട്ട് അവൻ നടന്ന് ഗ്രാമത്തിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് അവന് കാടിനകത്ത് നിന്നും ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. അതായത് ആരോ കുശുകുശുക്കുന്നത് പോലെ. എന്താ ഇത്? അവിടെ ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് അവൻ കാടിനകത്തേക്ക് തിരികെ പോകാൻ തുടങ്ങി. കാടിനകത്ത് നല്ല ഇരുട്ടായിരുന്നു. പക്ഷെ അവൻ തന്റെ മൊബൈലിലുള്ള ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് പോയി. കുറച്ചു ദൂരം ചെന്നതിന് ശേഷം ഒരു ശബ്ദം കേട്ടു. അവൻ മരത്തിന്റെ പുറകിൽ നിന്നും മറഞ്ഞു നോക്കിയപ്പോൾ പഴയ ഒരു ട്രെയിൻ നിൽക്കുകയായിരുന്നു. ട്രെയിനിനടുത്തായി രണ്ടുപേർ നിൽക്കുകയായിരുന്നു. ഒരു പണ്ഡിതൻ, പിന്നെ ഒരു വയസ്സായ ആള്. രണ്ടുപേരും ചെറിയ ശബ്ദത്തിൽ എന്തോ പറയുകയായിരുന്നു. ഇവർ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഈ രാത്രി സമയത്ത്, അതും ഈ ട്രെയിനിന്റെ അടുത്ത്? രോഹിത് ശബ്ദമുണ്ടാക്കാതെ മരത്തിന് പുറകിൽ നിന്നു. പിന്നെ കുറച്ചു സമയത്തിന് ശേഷം ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അവൻ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. എന്നിട്ട് നേരെ വീട്ടിലേക്ക് ഓടി. അടുത്ത ദിവസം രാവിലെ രോഹിത് തന്റെ ഗ്രാമത്തിൽ ബസ് സ്റ്റോപ്പിനടുത്തുള്ള തന്റെ ചെറിയ പ്രായത്തിലെ കൂട്ടുകാരി പ്രിയയെ കാണാൻ ചെന്നു. പ്രിയ, നിന്റെ അടുത്ത് ഞാൻ ഒരു മുഖ്യമായ കാര്യം പറയണം. വിചിത്രമായ കാര്യമാണ്. അല്ല, എന്തു പറ്റി? നീ എന്താ ഇത്ര ടെൻഷനായിരിക്കുന്നേ? ഇന്നലെ രാത്രി കാട്ടിന്റെ അകത്ത് എന്റെ ബൈക്ക് നിന്നുപോയി. അപ്പോൾ ഞാൻ നടന്നു വരുമ്പോൾ എനിക്കൊരു ശബ്ദം കേട്ടു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ രണ്ടുപേരുണ്ടായിരുന്നു. ഒരു പണ്ഡിതരും ഒരു മുത്തശ്ശനുമാണ്. അവർ രണ്ടുപേരും ആ ട്രെയിനിൽ ഏതോ ചെയ്തുകൊണ്ടിരുന്നു. എന്ത്? പക്ഷെ ആ ട്രെയിനിനടുത്ത് ആരും ചെല്ലില്ലല്ലോ. നീ ശരിക്കും അവരെ അവിടെ കണ്ടോ? അതെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും അവിടേക്ക് ചെല്ലണം. അങ്ങനെ ഇന്നും ആ ട്രെയിനിൽ എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. അതെ, ഈ രഹസ്യത്തിനെ നമ്മളാണ് തീർക്കണം. എന്നാൽ തീരുമാനിച്ചു. ഇന്ന് രാത്രി ആ പഴയ ട്രെയിൻ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന്. ഇപ്പോൾ ആ കഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ്.
രോഹിത്തും പ്രിയയും ആ വിചിത്രമായ ട്രെയിനിനെ കുറിച്ചുള്ള രഹസ്യം മനസ്സിലാക്കണമെന്ന് കരുതി. രോഹിത്തിന്റെയും പ്രിയയുടെയും ആഗ്രഹം ഇപ്പോൾ വാശിയായി മാറി. അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സത്പൂർ ഗ്രാമത്തിന്റെ പഴയ സർക്കാർ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ പഠിച്ചു, ചരിത്രങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഗ്രാമത്തിന്റെ പഴയ മേപ്പൊക്കെ നോക്കി ആ വിചിത്രമായ ട്രെയിനിന്റെ രഹസ്യം മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചു. ചരിത്രത്തെക്കുറിച്ച് ഇത്രയും പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിലും ആ ട്രെയിനിനെ കുറിച്ച് ഒന്നുമില്ലല്ലോ. ഇതൊക്കെ വെറും വിശ്വാസം മാത്രമായിരിക്കുമോ? അങ്ങനെ ഒന്നും അല്ല പ്രിയ. ഞാൻ സത്യത്തിൽ എന്റെ കണ്ണുകൊണ്ട് ആ മുത്തശ്ശനെയും ആ പണ്ഡിതനെയും ആ ട്രെയിനിന്റെ അടുത്ത് കണ്ടു. തീർച്ചയായും ഏതോ ഒരു കാര്യമുണ്ട്. രണ്ടുപേരും തോൽവി സമ്മതിച്ചില്ല. അടുത്ത ദിവസം തന്നെ അവർ ആ കാട്ടിനകത്തേക്ക് ചെന്നു. ആ ട്രെയിനിൽ ഒരു ശബ്ദവുമില്ല. അവർ രണ്ടുപേരെയും അവിടെ കാണാനുമില്ല. പതുക്കെ പതുക്കെ രാത്രിയാകും തോറും വീണ്ടും വിചിത്രമായിരുന്നു. പിന്നെ കാടുകളും വീണ്ടും ഇരുണ്ടതായി മാറി. പക്ഷെ ഒരു ദിവസം പൗർണമി രാത്രി ആകാശം മുഴുവൻ ചന്ദ്രന്റെ വെളിച്ചം നിറഞ്ഞിരിക്കുകയായിരുന്നു. കാടിന്റെ നിഴൽ വളരെ ഭയങ്കരമായി കാണപ്പെട്ടു. രോഹിത്തും പ്രിയയും വീണ്ടും ഒരു വട്ടം ആ ട്രെയിനിനടുത്തേക്ക് ചെന്നു. ഇപ്പോൾ ആ ട്രെയിനിനടുത്ത് അതേ രണ്ട് രൂപങ്ങൾ നിൽക്കുകയായിരുന്നു. അവര് നിൽക്കുന്നു. അവർ രണ്ടുപേരും വീണ്ടും വന്നിരിക്കുന്നു. വാ, ഇനി എന്തെങ്കിലും സംസാരിച്ചേ പറ്റുള്ളൂ. അവർ പതുക്കെ മുൻപിലേക്ക് നടന്നു ചെന്നു. പിന്നെ ട്രെയിനിനടുത്തേക്ക് ചെന്ന് രണ്ടുപേരും അവരുടെ മുൻപിൽ ചെന്ന് നിന്നു. പണ്ഡിതൻ മന്ത്രങ്ങൾ പറയുകയായിരുന്നു. ആ വയസ്സായ ആള് ധ്യാനത്തിലായിരുന്നു. നിൽക്കൂ, നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിന്റെ അടുത്ത് വന്ന് എന്താ ചെയ്യുന്നു? ഈ ട്രെയിനിനെ നിങ്ങളാണ് കൊണ്ടുവന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? രോഹിത്ത് പറഞ്ഞതും ആ വയസ്സായ ആള് ഞെട്ടിപ്പോയി. പക്ഷെ അദ്ദേഹം രോഹിത്തിനോട് ഒന്നും പറഞ്ഞില്ല. മോനെ, ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ നിനക്ക് ഏതും പറയാൻ പറ്റില്ല. ഇത് വളരെ പഴയ കാര്യമാണ്, ഭയങ്കരമായതുമാണ്. ഞങ്ങൾക്ക് സത്യം അറിഞ്ഞേ തീരൂ. ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ കാണൂ. ഞങ്ങൾ ഗ്രാമത്തിലെ ജനങ്ങളെ വിളിക്കും, പോലീസിനെ വിളിക്കും. നിങ്ങളെ പറ്റിയ സത്യം എല്ലായിടത്തും പറയും. രോഹിത്തും പ്രിയയും പറഞ്ഞത് കേട്ട് രണ്ടുപേരും പേടിച്ചു പോയി. ആ വയസ്സായ ആൾ ഒരു ദീർഘശ്വാസം വലിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നാ ശരി, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. കേൾക്കൂ, ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഇത് ഒരു മായയാണ്. ഇതിന്റെ കടക വഴി പോയാൽ ഇത് വേറെ ലോകത്തിലേക്ക് പോവും. എങ്ങനത്തെ ലോകം? രാജാവ് കർണന്റെ ലോകം. രാജാവ് കർണൻ അവർ സത്പൂരിൽ രാജ്യം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ കഥകിനെ ഈ ട്രെയിനിൽ മറച്ചു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ട്രെയിന് ഒരു വാതിലാണോ, ഒരു കൊട്ടാരത്തിലേക്ക് പോകുന്ന വാതിലാണോ? അതെ. രോഹിത്തിന്റെ ചോദ്യത്തിന് ആ വയസ്സായ ആള് ട്രെയിനിന്റെ കഥക് തുറന്നു. പിന്നെ ഒരു അതിശയം സംഭവിച്ചു. ആ കഥകിൽ ഒരു വലിയ കൊട്ടാരം കാണപ്പെട്ടു. അത് കണ്ടിട്ട് രോഹിത്തും പ്രിയയും അതിശയിച്ചു പോയി. ഇതാണ് ആ കൊട്ടാരം, രാജാവ് കർണന്റെ കൊട്ടാരം. സത്യം പറയണമെങ്കിൽ രാജാവ് കർണന്റെ കൊട്ടാരം ദിവ്യമാണത്. വളരെ ഭംഗിയുള്ള രാജ്യമാണ്. വിദേശ രാജാവുമാര് ആ കൊട്ടാരത്തിനെ അടയണമെന്ന് ആഗ്രഹിച്ചു. അതിൽ രാജാവിന്റെ ഉറ്റ സുഹൃത്ത് രാജാവ് മയൂറും ഇണഞ്ഞിരുന്നു. അദ്ദേഹത്തിനും അത്യാഗ്രഹം തോന്നി. അതുകൊണ്ട് തന്റെ സുഹൃത്തിനോടൊപ്പം അദ്ദേഹം യുദ്ധം ചെയ്തു. അതിൽ രാജാവ് കർണൻ മരിച്ചുപോയി. പിന്നെ മയൂറിന് ആ കൊട്ടാരം കിട്ടി. പക്ഷേ അദ്ദേഹം കൊട്ടാരത്തിന്റെ അകത്ത് പോയതും അദ്ദേഹത്തിന് മർമ്മമായ വ്യാധി വന്ന് അവർ തന്നെ ചത്തുപോയി. എന്ത്, നേരാണോ? അതെ. അതിനുശേഷം ഇത്ര ഭംഗിയുള്ള ആ കൊട്ടാരം കുറച്ച് ദിവസത്തിൽ പാടായിപ്പോയി. അതിനുശേഷം രാജാവ് കർണന്റെ വംശങ്ങൾ ഇതിനെ എവർക്കും വിട്ടിട്ടില്ല. പിന്നെ ഞങ്ങള് ആ പാരമ്പര്യത്തെയാണ് കടപിടിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുൻപ് വയസ്സായിപ്പോയി നിൽക്കുന്ന ഞാനും ആ വംശത്തിനെ ചേർന്ന ആളാണ്. എന്റെ പൂർവികൾ ഒരു സത്യം വാങ്ങിച്ചിട്ടുണ്ട്. ശരിയായ സമയം വരുന്നവരെ ഈ കൊട്ടാരത്തിന്റെ രഹസ്യത്തിനെ എവരുടെ അടുത്തും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രേത ട്രെയിൻ എന്നൊരു കഥ വിട്ടിരുന്നു. അപ്പോഴാണ് ജനങ്ങൾ ഇത് കണ്ട് പേടിച്ചു ഓടും. രാജാക്കന്നെയും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനെയും കുറിച്ചുള്ള രഹസ്യം അറിഞ്ഞിട്ട് രോഹിത്തും പ്രിയയും അതിശയിച്ചു പോയി. കുറച്ചു സമയം വരെ 4 വശവും ശാന്തമായിരുന്നു. പക്ഷെ ആ വയസ്സായ ആളുകൾക്ക് തന്റെ മുൻഗാമികളുടെ മേലിൽ ഒരു ഭക്തി ഉണ്ടായിരുന്നല്ലോ. അത് കണ്ടിട്ട് രോഹിത്ത് പറഞ്ഞു, ഇതെല്ലാം ശരിക്കും ഒരു വളരെ ഭയങ്കരമായ കാര്യമാണ്. പക്ഷേ സത്യം പറയണമെങ്കിൽ നിങ്ങളുടെ ഭക്തി എന്റെ മനസ്സിനെ ജയിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നുണ്ട്, നിങ്ങളുടെ രഹസ്യത്തിനെ ഞങ്ങൾ രണ്ടുപേരും സൂക്ഷിച്ചു വെക്കും. ഇന്ന് ഇവിടെ നടന്ന കാര്യത്തിനെ പറ്റി ഞങ്ങൾ എപ്പോഴും ആരുടെടുത്തും പറയാൻ പാടില്ലായിരുന്നു. അതെ, രോഹിത്ത് പറഞ്ഞത് നേരാണ്. ഞങ്ങൾ ആരോടും ഒന്നും പറയില്ല. രോഹിത്തും പ്രിയയും ഇങ്ങനെ രഹസ്യമായി വെച്ചിരിക്കുമെന്ന് പറഞ്ഞതും പണ്ഡിതനും ആ വയസ്സായ ആൾക്കും വളരെ സന്തോഷമായി. പണ്ഡിതൻ പാതിയിൽ നിർത്തിയ മന്ത്രങ്ങൾ തീർത്തു പറഞ്ഞു. എന്നിട്ട് എല്ലാരും അവരവരുടെ വീട്ടിലേക്ക് ചെന്നു. പിന്നെ ഇതുപോലെയാണ് സത്പൂർ ഗ്രാമത്തിലുള്ള കാട്ടിൽ നിന്നുകൊണ്ടിരുന്ന വിചിത്രമായ ട്രെയിനിന്റെ രഹസ്യമായി തന്നെ ഇരുന്നത്.